നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. മാസപ്പടിയിൽ അന്വേഷണമില്ല, മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എതിരായ മാത്യു കുഴൽനാടൻ MLA യുടെ ഹർജി കോടതി തള്ളി. കേസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കോൺഗ്രസിന്റെ അമേഠിയിലെ ഓഫീസ് ആക്രമിച്ചു, കാറുകൾ തകർത്തു, BJPയുടെ ഗുണ്ടാ വിളയാട്ടമെന്ന് ആരോപണം. ഉത്തർപ്രദേശിലെ അമേഠിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ആക്രമണമുണ്ടായത്. അജ്ഞാതരായ അക്രമികൾ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഡസൻ കണക്കിന് വാഹനങ്ങൾ നശിപ്പിച്ചു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മുതലകളുള്ള കനാലിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞ് അമ്മ, 6 വയസ്സുകാരന് ദാരുണാന്ത്യം. കർണാടകയിലെ ഉത്തര കന്നഡയിലാണ് സംഭവം. 32 വയസ്സുകാരിയായ സ്ത്രീയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. 6 വയസ്സുള്ള മകനെയാണ് മുതലകളുള്ള കനാലിലേക്ക് വലിച്ചെറിഞ്ഞത്. വെറും 5 ദിവസം പ്രായമുള്ള ഷീസ്മോന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് മുന്നിൽ വെറും 22 മണിക്കൂർ മാത്രം. കരുണ പറ്റാത്തവരുടെ സഹായം തേടി ഹൃദ്രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുവിന്റെ കുടുംബം. കാസർഗോഡ് തളങ്കര സ്വദേശികളായ സാഹിദ് തമീമ ദമ്പതികളുടെ കുഞ്ഞാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ശസ്ത്രക്രിയയ്ക്കായി 2 ദിവസത്തിനുള്ളിൽ ആവശ്യമായ 10 ലക്ഷത്തിലധികം രൂപയ്ക്കായി ഓടുകയാണ് ഈ കുടുംബം. ഇതിനോടകം 4 ലക്ഷത്തോളം രൂപ സുമനസ്സുകൾ നൽകി കഴിഞ്ഞു. ഇനിയും വേണം 7 ലക്ഷം രൂപ. നാളെ രാവിലെ 9 മണിക്ക് മുൻപായി പണം ലഭിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കൂ. സാഹസികമായി കാർ ഓടിച്ചതിന് സാമൂഹ്യ സേവനം. 5 യുവാക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി. സാഹസികമായി കാർ ഓടിച്ചതിന് സാമൂഹിക സേവനം ശിക്ഷ ലഭിച്ച നൂറനാട്ടെ 5 യുവാക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി. സർജറി, മെഡിസിൻ, അത്യാഹിത വിഭാഗത്തിലാണ് ഇന്ന് ജോലി. ഉച്ചയ്ക്ക് 2 മണിവരെ ജോലി ചെയ്യണം. രോഗികളെ പരിചരിക്കൽ, വാർഡുകളിലേക്ക് മാറ്റൽ തുടങ്ങിയ ജോലികളാണ് ചെയ്യേണ്ടത്. കാറിന്റെ ഡോറിൽ ഇരുന്ന് തല പുറത്തേക്കിട്ട് യാത്ര ചെയ്തതിനാണ് ശിക്ഷ. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കെട്ടിടത്തിന് പെയിന്റിങ്ങിനായി നിർമ്മിച്ച ഇരുമ്പ് ഫ്രെയിമാണ് തകർന്നു വീണത്. ഇരുമ്പ് ഫ്രെയിം തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീണാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. അപകടത്തിൽ ഉത്തമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഗോവണിക്കുണ്ടായ ബലക്ഷയമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. വ്യക്തിവൈരാഗ്യം. തൃശൂർ ചെമ്മണ്ണൂരിൽ BJP പ്രവർത്തകന് വെട്ടേറ്റു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ചെമ്മണ്ണൂരിൽ BJP പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചെമ്മണ്ണൂർ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള റോഹനാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിൽ സുഹൃത്തുമായി പോകുകയായിരുന്ന റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു. ശേഷമാണ് കത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടിയത്. സംഘടനയിൽ സെമി കേഡർ സംവിധാനമല്ല വേണ്ടത്. K. സുധാകരന്റെ മടങ്ങിവരവിൽ വിവാദങ്ങളുടെ ആവശ്യമില്ല. K. മുരളീധരൻ. BJP നേതാവ് പത്മജ വേണുഗോപാലിനെതിരെ കോൺഗ്രസ് നേതാവും തൃശൂർ UDF സ്ഥാനാർത്ഥിയുമായ K. മുരളീധരൻ. പത്മജ കോൺഗ്രസിന്റെ കാര്യം നോക്കേണ്ട, K. സുധാകരന്റെ മടങ്ങിവരവിൽ വിവാദങ്ങളുടെ ആവശ്യമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. സംഘടനാ ദൗർലഭ്യം കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടന ശക്തിപ്പെടുത്തും. മുൻ അനുഭവം വെച്ച് പ്രവർത്തനം ശക്തമാക്കും.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.